ഹലോ ഗൈസ്, എല്ലാവർക്കും വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നേക്കാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ APKയുടെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറയാം. നമ്മൾ 10,000 വ്യൂവേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു റോബോക്സ് ഗീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്യാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് പോകാൻ പോവാണ്. ചെറിയ ഇതിനകത്തുള്ളൊരു ഓഫ് റോഡ് ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഇന്നെന്ത് വീഡിയോ, ഇന്നെന്താണ് കണ്ടന്റ് എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാന്ന് ഒരു ഓഫ് റോഡ് പിടിക്കാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഓഫ് റോഡ് പോകുന്ന കാറ് നമ്മുടെ പജീറോ ആണ് ഗൈസ്. പജീറോ ഉയ്യോ, ഇതെന്താണ് ഇത്? പജീറോ കൊണ്ടാണ് നമ്മളിന്ന് ഓഫ് റോഡ് പോകുന്നത്. അതിൻ്റെ സസ്പെൻഷൻ ഞാൻ ഒന്ന് റെഡിയാക്കിക്കോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിയാക്കിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സസ്പെൻഷനിൽ വന്നിട്ട് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ട് ഇതെന്താണ് വണ്ടി ഇവിടെ ഇടിച്ച് കിടങ്ങേ? ഇതെന്താണ് ഇത്? വണ്ടി ഇവിടെ ഇടിച്ച് കിടക്കാണ്ട് ഇത് ആദ്യമായിട്ടാണ്. സസ്പെൻഷൻ നമുക്ക് കുറയ്ക്കുമല്ല. അയ്യോ, ഇത് കുറയ്ക്കുകയാണോ കൂടുകയാണോ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇത്ര ഇതാക്കിയിടണം, എന്നിട്ട് സേവ് ചെയ്യുക. നമുക്ക് എന്നിട്ട് നേരെ ന്യൂ കാർ സെല്ലോ നേരെ ഇവിടെ വരിക. നേരെ ഓൺലൈൻ ഗെയിം. നമ്മളിപ്പോൾ ഓൺലൈനാണ് ഗൈസ് കയറാറ്. 29 പേരുണ്ട്. നമ്മൾ ഇന്നലെ സിറ്റിയിൽ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കേ, വണ്ടി ഇവിടെ കിടന്ന് വലിക്കുന്നുണ്ട് ഗൈസ്. സൗണ്ട് കേൾക്കാം, ജിക് 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 എന്ന് പറയുന്ന സൗണ്ട്. എന്തായാലും ഗെയിം ഇപ്പോൾ ലോഡായി വരും. അപ്പോൾ ഈ സമയം കൊണ്ട് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗെയിമിൽ നിന്ന് ഇപ്പോൾ ലോഡായി വരും ഗൈസ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ മറന്നു പോയി ഓഫ് റോഡ് ചെയ്ത സ്ഥലം. ഏതൊരു മലയൊക്കെ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അങ്ങോട്ട് പോകാം. കുറച്ച് പേരുണ്ട് ഗൈസ് ഇപ്പോൾ ഓൺലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങാണ്ടായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു ഓഫ് റോഡ്. ഇതാണോ അതോ ഇവിടെ? നമുക്കെന്തായാലും ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ വഴി വളഞ്ഞ് നമുക്ക് ഇവിടം വരെ പോവാം. ഈ ഒരു വഴി വരെ പോവാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോറിൻ്റെ ഹാമർ കണ്ടുപിടിക്കാൻ പോയില്ല ഗൈസ്, അവിടം വരെ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും നേരെ അങ്ങോട്ടങ്ങ് പോവാണ്. വണ്ടി ഇപ്പോൾ സസ്പെൻഷൻ കുഴപ്പമില്ല. വണ്ടിയിൽ നിന്ന് കഴുകണം, ഓഫ് റോഡല്ല പോകുന്നത്. വണ്ടി വളഞ്ഞില്ലടാ. റിവേഴ്സ് ഇപ്പോൾ നേരെ ഇപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് റിപ്പയർ ചെയ്തിട്ടൊന്ന് പോവാം. വണ്ടി ഇപ്പോൾ ഇടിച്ചോണ്ടേ, അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുമ്പോൾ ഒരു വൈബ് കിട്ടില്ല ഗൈസ്. നമ്മുടെ പജീറോ എടുത്തിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്ന് പൊളിക്കാൻ ഗൈസ്. എത്താറായില്ല. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇത് തന്നെ. എൻ്റെ പൊന്നടാ, ബ്രേക്കൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല. വണ്ടി അങ്ങ് പട്ടച്ചങ്ങ് പോവാണ്. ഇതേ പോണു. ഇത്ര സസ്പെൻഷൻ കൂട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇതാണ്. പടച്ചങ്ങ് പോണ വണ്ടി. അയ്യോ, കാർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ടർബോജോസ് ആണ്. ടർബോസ് കാർ വീണ്ടും വണ്ടി ഇടിച്ച്. ഓക്കെ, ഇതേത് ഹിന്ദിക്കാരാന്ന് തോന്നുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇതിടണേ. അയ്യോ, വണ്ടി വീണ്ടും മറന്നു. നമുക്കെന്തായാലും നേരെ ഓഫ് റോഡ് പിടിക്കാം. നേരെ നമ്മൾ വണ്ടി കയറി നമ്മൾ പോവാണ്. ഇങ്ങനെ നമുക്ക് കാണാം ഗൈസ്. സ്ഥലത്താറായി. അകത്തിരുന്ന് ഓടിച്ചാൽ അപ്പോൾ കറക്റ്റ് ആ ഒരു ഓഫ് റോഡ് ഒരു ഫീലിംഗ് കിട്ടും. പക്ഷെ ഇന്ത്യയിൽ ഡൗൺലോഡ് ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മര്യാദയ്ക്കുള്ള ഇത് തന്നെ ഇടാം. ഓക്കെ, സ്ഥലത്താറായി. ഇവിടെ നിന്നാണ് നമ്മൾ വളഞ്ഞ് കയറേണ്ടത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാം. വണ്ടി ഇടിച്ച്. വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. ശേ, ഇപ്പം കുഴപ്പം പറ്റി.
അത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് അറിയൊന്നുമില്ല ഗൈസ്. ഇടിച്ചൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഹൈ എടാ സസ്പെൻഷനും നമ്മുടെ ഇത് സെറ്റിങ്സ് പോരാ ഗൈസ് വണ്ടിയുടെ. സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഞാൻ വളയ്ക്കും പോലെ വണ്ടി വളയുന്നില്ല. പോകുന്ന വഴിക്ക് റിപ്പയർ ഷോപ്പ് ഉണ്ട്, അവിടെ കയറി റിപ്പയർ ചെയ്യാം. അതല്ലപ്പോൾ വേറെ വഴിയൊന്നുമില്ല. കറക്റ്റായിട്ട് വളയുന്നില്ല വണ്ടി, വളഞ്ഞ സെറ്റായിരുന്നു. അപ്പം നമ്മൾ നേരെ ഓഫ് റോഡ് കിടക്കാൻ പോവാണ്. ഓഫ് റോഡ് തുടങ്ങി ഗൈസ്. ഇത് മഡ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അതിസാഹസികമായി പോകണം. കാണിച്ചു തരാം. ഇതങ്ങ് കളക്ട് ചെയ്തേക്കാം. ചുമ്മാ കുറച്ച് പൈസ കിടക്കട്ടെ. നമ്മൾ ഇത്രയും കറങ്ങിയൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മളിൽ ഓഫ് റോഡ് വണ്ടികളുള്ള. ഓഫ് കണ്ടോ ഗൈസ്, ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം പോവാൻ. ഇവിടെ നിന്ന് ഇറക്കാണ്, അപ്പം നമുക്ക് ഇതുവഴി എടുത്തിറക്കാം. അത്രയും കറങ്ങണ്ടല്ലോ. അതുമല്ല, ഓഫ് റോഡ് ആകുമ്പോൾ ഇങ്ങനെ വേണം പോവാൻ. കണ്ടോ, നമ്മുടെ പജീർ എടുത്ത് നമ്മൾ ഇങ്ങോട്ടെത്തി. ഇവിടെ നിന്ന് എങ്ങാണ്ടൊരു വഴി ഉണ്ടായിരുന്നല്ലോ താഴേക്ക്. ഇത് തന്നെ. വണ്ടി മറിയല്ലേ. മറിഞ്ഞില്ലേ? ഓക്കെ. വാ മോനെ സെറ്റ്. ഇതാണ് വൈബ് ഓഫ് റോഡ്. എൻ്റെ മോനെ വൈബ് ഓഫ് റോഡ്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. റിപ്പയർ ഷോപ്പ് ഇവിടെ എങ്ങാണ്ടായിരുന്നു. റിപ്പയർ ഷോപ്പ് നമുക്ക് നേരെ അങ്ങ് പോവാം. അവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി എടുക്കാം. ഓഫ് റോഡ് വണ്ടി ആകുമ്പോൾ ഓഫ് റോഡ് കയറണ്ടേ. നമ്മൾ ഒതുക്കത്തിനിട്ട് ഓടിക്കാൻ വന്നല്ലോ, ഓഫ് റോഡ് അടിക്കാൻ വന്നല്ലേ. എന്താ ഇവിടെ കിടക്കണം? കല്ലാണ്, കല്ല്. ഓഫ് റോഡ് ആകുമ്പോൾ പിന്നെ കല്ല് വേണ്ടേ ഗൈസ്. കല്ലും കുന്നും മലയല്ലേ. അപ്പോൾ നമുക്ക് ഇതുവഴി പോവാം. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ പോകേണ്ടത്. റോട്ടിൽ കൂടെ തന്നെ പോയാൽ ഓഫ് റോഡാകും. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതുവഴിയല്ലേ പോകണ്ടേ? ഇതുവഴി നേരെ ഇങ്ങനെ എത്തും. അപ്പം നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴി എന്നിട്ട് നമുക്ക് കാർ വാഷും ചെയ്തിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാം. അവിടെ അങ്ങറ്റത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞ ഏരിയയിലെത്തിയിട്ട് തോറിൻ്റെ ഹാമർ നമ്മൾ കാണാൻ പോയില്ല കഴിഞ്ഞ വീഡിയോയിൽ. ആ വീഡിയോ കാണാത്തവരടുത്തുനിന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ സ്ഥലത്ത് വരെ പോയിട്ട് അവിടം വരെ എത്തും നമ്മൾ. അപ്പോൾ അതുവഴി അവിടം വരെ ചെന്നിട്ട് നമ്മൾ കാർ വാഷും ചെയ്ത് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യും. നമുക്ക് എന്തായാലും ഇവിടെ കാർ സർവീസും ചെയ്ത് ടയർ മാറ്റി 4 ന്യൂ ടയർ 3000 അല്ലെങ്കിൽ 6000 രൂപ എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിക്കും. അല്ല, ന്യൂ ടയേഴ്സ് 3000 എന്നാണ് ഗൈസ് കാണിച്ചത്. വണ്ടി വീണ്ടും ഇടിച്ചു, റിപ്പയർ ചെയ്തു. ഫ്യൂവൽ അത്യാവശ്യമുണ്ട്. ഫ്യൂവൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഫ്യൂവൽ അടിക്കുന്നില്ല. നേരെ അങ്ങ് പോയേക്കാം. ഓക്കെ, ഇനി നമുക്കങ്ങ് വിട്ടങ്ങ് പോകാം ഗൈസ്. നമുക്ക് മാക്സിമം കട്ട് ചെയ്ത് കയറാം, എന്നാലാണ് നമുക്ക് ഓഫ് റോഡ് ആവുള്ളൂ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല ഗൈസ്, ഓഫ് റോഡ്, റോഡിന് പുറത്ത്, അങ്ങനെയാണ് സംഭവം. കട്ട് ചെയ്തങ്ങ് കയറാം. ഇവിടെ പൈസ ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നല്ലേ, കളക്ട് ചെയ്തിട്ട് പോകാം. ഇങ്ങനെയൊന്നും വഴി കാണിക്കേണ്ട ആവശ്യമില്ലെന്നേ. നമ്മളെന്തായാലും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വരും. ഇങ്ങോട്ടല്ല ഗൈസ് പോകേണ്ടത്, നേരെ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓടാ, സൈഡ് ഒന്ന് ഇടിച്ച്, കുഴപ്പമില്ല. ഓഫ് റോഡ് പോകുമ്പോൾ എന്തായാലും വണ്ടിക്ക് ഇടി കിട്ടും, ഉറപ്പുള്ള കാര്യം. നമ്മളെന്തായാലും മല കയറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആ ഭാഗത്ത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റ് ആകണം, അല്ലെങ്കിൽ ഒന്ന് വലിച്ചെന്ന് റെഡിയാക്കിയാൽ മതി. അങ്ങനെ വണ്ടി ഇവിടം വരെ കയറി. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വേണം ഗൈസ് പോകാൻ. വണ്ടി അങ്ങ് ചാടുവാണ് ഗൈസ്. വണ്ടിയിൽ ഭയങ്കര വലിയ എഞ്ചിൻ വെച്ചേക്കൊണ്ടാണ് ഇത്ര വലിച്ചങ്ങ് പോണേ. ഇത്രയും വലിയ എഞ്ചിൻ വെക്കണ്ടായിരുന്നു. നമ്മളെന്തായാലും റോഡിലേക്ക് എത്തി. റോഡിലേക്ക് ഇറക്കാം. ഇതുവഴി ഇറക്കാം. മോനെ പജീറോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാറ് അടിപൊളി കാറാണ്. V16 എഞ്ചിനെങ്ങാണ്ടാണ് ഗൈസ് പജീറോയ്ക്ക് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇത്ര സ്പീഡ്.
ഇത് നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഗൈസ് പോകാൻ പറ്റുള്ളൂ. വഴി കൂടെ തന്നെ പോകണം, അല്ലാതെ പോകാൻ പറ്റില്ല. അതുപോലത്തെ സൈഡിൽ മൊത്തം മലയാണ് ഗൈസ്. ഇത് റേസിംഗ് ടയറാണോ? എനിക്ക് തോന്നുന്നില്ല ഓഫ് റോഡ് ടയറാണ്. കിടന്ന് തെന്നുന്ന ഗൈസ്. ഓഫ് റോഡ് ടയറാണെങ്കിൽ ഇങ്ങനെ തെന്നില്ലേ. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കയറാൻ പറ്റില്ല. നേരെ ഇത് വളക്കി 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 നേരെ കയറി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കാം. ഇത് റേസിംഗ് ടയർ എന്തോആണ് ഗൈസ്. അറിയാതെ എല്ലാ സമയത്ത് അങ്ങനെ എടുത്തിട്ടാണ്. പിന്നെ മാറ്റാനും പറഞ്ഞു. കുഴപ്പമില്ല. ഓ എൻ്റെ ആ പൊന്നാ, അയ്യോ വണ്ടി പറഞ്ഞാ. ശേ കുഴപ്പമില്ല ഗൈസ്. ഓഫ് റോഡ് ആകുമ്പോൾ മറയും, ഇടിക്കും, ചളങ്ങും, അതൊക്കെ ഉള്ളതാണ്. നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഇവിടം വരെ കയറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കഴുത്തൊടിഞ്ഞു എന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. നേരെ കട്ട് ചെയ്ത് കയറി. ഇത് ഫോർസ് റേസല്ല പോലെയല്ല, ജസ്റ്റ് ഇങ്ങ് വളയ്ക്കുന്നേ നേരെ അങ്ങ് പോവാണ്. ചീറും വീലിൽ കളിക്കുമ്പോൾ ഒക്കെ ഉള്ള പോലെ. നമ്മളെന്തായാലും നേരെ ഇവിടെ വരെ എത്തി. ഇത് കട്ട് ചെയ്ത് കയറാമല്ലോ. വേണ്ട, ഇത് നേരെ അങ്ങ് പോവാം. ഇത് കട്ട് ചെയ്യാൻ പോയാലും വേണ്ടിയിട്ടാണ്. അണുക്കുഴിയായിരുന്നു, ഐസ്കൊക്കെ ആയിരുന്നു. ഡ്രിഫ്റ്റ് അടിക്കുകയാണ് കേസ് പോകുന്നത്. ഇത് കട്ട് ചെയ്യാം. നേരെ ചവിട്ടി അങ്ങ് പിടിച്ചു. അയ്യോ, ചവിട്ടി പിടിച്ചു മരത്തിൽ ചെന്നിടിച്ചു. ഒരു ചവിട്ടി പിടിച്ചാൽ മതി ഗൈസ്. അയ്യോ വണ്ടി ഇടിച്ചു. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ ഓഫ് റോഡ് ആകുമ്പോൾ വണ്ടി ഇടിക്കും. അത് നമ്മൾ വലിയ കാര്യമൊക്കെ നോക്കണം. അയ്യോ 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 വണ്ടി ഇടിച്ച്. കുഴപ്പമില്ല, ഓഫ് റോഡ് ടയർ ഇടായിരുന്നു. ഞാൻ ഒന്നും നോക്കാതെ അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ഗൈസ്. നമ്മുടെ എൻജിനും അതിന് പറ്റിയ എൻജിൻ തന്നെ വെച്ച് സെറ്റായിക്കൊണ്ട് വന്നാൽ മതി. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഓഫ് റോഡ് നമുക്ക് സെറ്റാക്കാം. ഇനി ഓഫ് റോഡ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഓഫ് റോഡ് വീഡിയോ നമുക്ക് സെറ്റാക്കാം. ഓഫ് റോഡ് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഓഫ് റോഡ് ഇവിടെ എൻ്റെ ആവാറായിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം വരെ എത്തി. നമുക്ക് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കാം. ഗിയർ ഇട്ട് മറ്റേ സാധനം ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുറകെ ഏതൊരു വണ്ടി കാണാനില്ല, അതെന്തോ ബഗ് വന്നതാണ്. നമുക്ക് എന്തായാലും ഇവിടെ പോയി റിപ്പയറും ചെയ്ത്. കാർ വാഷ് ഇവിടെ അടുത്ത് എവിടെയുള്ളേ? കാർ വാഷ് ഇവിടെ അടുത്തൊന്നും ഇല്ല ഗൈസ്. നമ്മളിനി ഒയ്യോ ഇവിടം വരെ വന്നം. ഞാനെന്തായാലും ഫസ്റ്റ് ഇവിടം വരെ ചെല്ലട്ടെ ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ ചെന്ന് കാറൊന്ന് റിപ്പയർ ചെയ്യണം. നമുക്ക് റിപ്പയർ ചെയ്യുന്നതിൻ്റെ അവിടം വരെ പോവാം. ഞാൻ എന്തായാലും റിപ്പയർ ചെയ്യുന്നതിൻ്റെ അവിടം വരെ ചെന്നിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. അല്ലെങ്കിൽ വീഡിയോ നല്ല ലാഗാവും. അല്ല ലാഗും പോട്ടെ, ഭയങ്കര ലോങ് ആവും ഗൈസ്. ലോങ് ആവാനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരെ ഇങ്ങ് എത്തി, സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ റിപ്പയർ സെൻറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നേരെ നമ്മൾ റിപ്പയർ ചെയ്തു വണ്ടി. ഓക്കെ, ഇവിടെ ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു വണ്ടി ഉണ്ട്. ഇവിടെ ഓൺലൈനിൽ ഏതോ ഒരാൾ നിൽപ്പുണ്ട്. ഓഫ് റോഡ് അല്ലേ ഏതൊരു വണ്ടി, ടയോട്ടയുടെ. എന്തായാലും ഞാൻ എന്തായാലും എടുത്ത് പോവാണ്. ഞാൻ എന്തായാലും കാർ വാഷിൻ്റെ അവിടെ വരെ ചെന്നിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതുവഴി വന്നപ്പോഴാണ് ഈ ഒരു വഴി കണ്ടത്. നമുക്കെന്തായാലും ഈ ഒരു ഓഫ് റോഡ് ചെറിയൊരു ഓഫ് റോഡാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് കയറ്റിയെടുക്കാം. ചെറിയ ഓഫ് റോഡ്. ഇതുവഴി പോകാൻ പറ്റില്ല. നമുക്കെന്തായാലും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും മാർക്ക് ചെയ്തിട്ടേക്കാല്ലേ, വഴി എങ്ങനെ മാറിപ്പോയാലും. വഴി അറിയാം, എന്നാലും ഇതുവഴി ഇറക്കാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് ഇതുവഴി കൊണ്ടുപോകാം. വണ്ടി ഇടിച്ച് എന്നാലും കുഴപ്പമില്ല. കാർ വാഷിൻ്റെ അവിടെ റിപ്പയർ സെൻറ്ററും ഉണ്ട്. അയ്യ, വണ്ടിയുടെ ടയർ റേസിംഗ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഇതാണ് റേസിംഗ്, ഇതും കൂടി കൂടിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പുറത്ത് വഴി എടുത്തിറക്കാം. എന്നിട്ട് നേരെ കറക്കി വണ്ടി കൊണ്ടങ്ങ് പോവാം. ഇത്ര ഉള്ളായിരുന്നു. ഇതാ രണ്ട് വണ്ടി ആൾക്കാർ. ഇതാരത്? BMW ആണ്.
ഏതോ വണ്ടി അമ്മരോടെ ഞാൻ എന്തായാലും പോവാണ്. എനിക്ക് ചെന്ന് വണ്ടി റിപ്പയർ ചെയ്യണം, കാർ വാഷ് ചെയ്യണം, കുറേ പരിപാടി ഉണ്ട്. അയ്യോ അയ്യോ ഇതേ പോണു. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കും ഗൈസ്, നല്ലത്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി കൊണ്ട് റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്ത് എന്താ വരാത്ത റിപ്പയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പോവാം. വർക്ക്ഷോപ്പിൽ കയറ്റി. അപ്പോൾ ഇനി നമുക്ക് കഴുകി എടുക്കണം വണ്ടി. അയ്യോ ഇതെന്താ കഴുകാത്ത, വണ്ടി കഴുകിയാൽ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. റിവേഴ്സ് തന്നെ അടിച്ച് ബാക്കിലേക്ക് പോകാം. തട്ടിയില്ല. ഇപ്പോൾ കണ്ട ഒരു ഡിഫൻഡറിൻ്റെ ലുക്ക് ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇതായിരുന്നു, ഓഫ് റോഡിങ് വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.